അടുത്താണ് ഇമോഷണൽ ക്ലൈമറ്റ് ഓഫ് ഹോം ആൻഡ് ഓർഡിനൽ പൊസിഷൻ. എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി ഈസ് ദ ഇമോഷണൽ ക്ലൈമറ്റ് അറ്റ് ഹോം ആസ് വെൽ ആസ് ദ ഓർഡിനൽ പൊസിഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ കൺസേൺഡ് വിത്തിൻ ഹിസ് ഫാമിലി. Ordinal position refers to the eldest or youngest or middle or second or third child in the family. If the home climate is favorable, the person will react to person problems and frustration in a calm way and to people in a tolerant and cooperative way. On the other hand, if emotional climate of home is full of friction and conflicts, the person is more likely to develop a sense of hostility and may often tend to react to people in an aggressive way. ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്ന ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റിയിൽ ഇമോഷണൽ ക്ലൈമറ്റ് ആണ്. ഓക്കെ, നമ്മുടെ വീട്ടിലുള്ള ഇമോഷണൽ ക്ലൈമറ്റ് നമ്മളെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അവർ എത്രാമത്തെ മക്കളാണ് എന്നുള്ളത് അവരുടെ പേഴ്സണാലിറ്റീനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓർഡിനൽ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? എൽഡസ്റ്റ് ആണോ, അതോ മൂത്ത ആളാണെങ്കിലോ, അല്ലെങ്കിൽ യങ്ങസ്റ്റ് ആണോ, അല്ലെങ്കിൽ മിഡിലാണോ, നടുവിലുള്ളതാണോ, അല്ലെങ്കിൽ സെക്കൻഡ് തേർഡ് ചൈൽഡ് ഇൻ ദ ഫാമിലി. സോ അതാണ് എന്ത് ഓർഡിനൽ പൊസിഷൻ റെഫർ ചെയ്യുന്നത്. ഇഫ് ദ ഹോം ക്ലൈമറ്റ് ഈസ് ഫേവറബിൾ, ഹോം ക്ലൈമറ്റ് ഫേവറബിൾ ആണെങ്കിൽ, വീട്ടിലെ അന്തരീക്ഷം വളരെ ഫേവറബിൾ ആയിട്ടുള്ള അന്തരീക്ഷമാണെങ്കിൽ ആ ഒരു വ്യക്തി റിയാക്ട് ചെയ്യുക, അതായത് പേഴ്സണൽ പ്രോബ്ലംസ് വരുമ്പോൾ റിയാക്ട് ചെയ്യുക വളരെ കാമായിട്ടായിരിക്കും എന്നുള്ളതാണ്. ടു പീപ്പിൾ ഇൻ എ ടോളറൻറ്റ് ആൻഡ് കോപ്പറേറ്റീവ് വേ, വളരെ സഹിഷ്ണുതയോടെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് വേയിലായിരിക്കും അവരുടെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ഇമോഷണൽ ക്ലൈമറ്റ് ഓഫ് ഹോം ഈസ് ഫുൾ ഓഫ് ഫ്രിക്ഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്, അവിടെ വീട്ടിലുള്ള ഇമോഷണൽ ക്ലൈമറ്റ് വളരെ ഫ്രിക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ആയിട്ട് എപ്പോഴും വഴക്കുകളും ഒച്ചയൊക്കെയാണ്, ബഹളമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ, the person is more likely to develop a sense of hostility and may often tend to react to people in a aggressive way. അവിടെയുള്ള കുട്ടികൾ എപ്പോഴും അഗ്രസീവ് വേയിലായിരിക്കും റിയാക്ട് ചെയ്യുക, എപ്പോഴും ദേഷ്യത്തോടെയും പെട്ടെന്ന് കോപിക്കുന്നവരായിട്ട് അവർ വളരുമെന്നുള്ളതാണ്. സോ അവരെപ്പോഴും അവരുടെ പേഴ്സണൽ ഫ്രസ്ട്രേഷൻസോ പ്രോബ്ലംസോ വരുമ്പോൾ അവർ റിയാക്ട് ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കും? അഗ്രസീവ് വേയിലായിരിക്കും, ദേഷ്യത്തോടെ ആയിരിക്കും. സോ ഓർഡിനൽ പൊസിഷൻ ആൾസോ എഫക്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. ഓർഡിനൽ പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്നുണ്ട് പേഴ്സണാലിറ്റീനെ. അവർ എത്രാമത്തെ മെമ്പറാണ് എന്നുള്ളത് കേട്ടോ. സ്റ്റഡീസ് ഹാവ് റിവീൽഡ് ദാറ്റ് the firstborn tend to be more conforming and dependent than later borns. സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമുണ്ടായ കുട്ടിയായിരിക്കും കൺഫോമിങ്ങും അതുപോലെ ഡിപ്പെൻഡൻറ്റ് ദാൻ ലേറ്റർ ബോൺസ്. ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നവർ ഏറ്റവും കൂടുതൽ ആരായിരിക്കും? ഫസ്റ്റിൽ ജനിക്കുന്നവരായിരിക്കും. ദേ ആർ മോർ അഫിലിയേറ്റീവ്, അവരായിരിക്കും മോർ അഫിലിയേറ്റീവ്, മോർ സസെപ്റ്റിബിൾ ടു ഗ്രൂപ്പ് പ്രഷർ ആൻഡ് മോർ ഇൻട്രോവേർട്ടഡ്, അവരായിരിക്കും കുറച്ച് ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളുകൾ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഫസ്റ്റ് ബോൺസ് ഹു അച്ചീവ് ഗ്രേറ്റർ സക്സസ് ദാൻ ദ ലേറ്റർ ബോൺ സിബ്ലിംഗ്സ് ടെൻഡ് ടു ബി സെൽഫിഷ് ആൻഡ് സെൽഫ് സെൻറ്റേഡ്. ഫസ്റ്റ് ബോൺ ആരാണോ അച്ചീവ് ചെയ്യുന്നത്, ഗ്രേറ്റർ സക്സസിലേക്ക് എത്തുന്നത്, അവരായിരിക്കും ലേറ്റർ ബോൺ സിബ്ലിംഗ്സിനെക്കാട്ടിലും സെൽഫിഷും അല്ലെങ്കിൽ സെൽഫ് സെൻറ്റേർഡും ആയിട്ട് മാറുക എന്നുള്ളതാണ്. ഫസ്റ്റ് ബോൺസ് സക്സസിലേക്ക് എത്തുകയാണെങ്കിൽ അവരായിരിക്കും ഏറ്റവും കൂടുതൽ സെൽഫിഷും സെൽഫ് സെൻറ്റേർഡും ആയിട്ട് മാറുക. ദേ ഷോ ദെയർ ഫീലിംഗ്സ് ഓഫ് സുപ്പീരിയോറിറ്റി അബൌട്ട് ദിയർ അച്ചീവ്മെൻറ്റ് ബൈ മേക്കിംഗ് ക്രിറ്റിസിസം ഓഫ് അതേഴ്സ്. മറ്റുള്ളവരെ ക്രിറ്റിസം ചെയ്തിട്ട് അവരുടെ ഫീലിംഗ്സ് എപ്പോഴും ഒരു സുപ്പീരിയോറിറ്റിയിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്. ഡെസ്പൈറ്റ് ദ ഫീലിംഗ്സ് ഓഫ് സുപ്പീരിയോറിറ്റി, ദേ കണ്ടിന്യൂ ടു സഫർ ഫ്രം എ ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി വിച്ച് ഹാഡ് ഡെവലപ്ഡ് ഏർലിയർ when they were replaced by younger siblings towards which parents started giving more attention, love and affection. അവർക്ക് ചെറുപ്പത്തിലേ ഉണ്ടായിട്ടുള്ള ഒരു ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, അവരെ ഈ ഒരു രീതിയിൽ കൊണ്ടുപോകുന്നത്. കാരണം അവരുടെ യങ്ങർ സിബ്ലിങ്സ് വന്ന സമയത്ത് പാരൻസ് അവർക്ക് കൂടുതൽ അറ്റൻഷനും അവർക്ക് ലവും അവർക്ക് അഫെക്ഷനൊക്കെ കൊടുക്കുന്നത് കൊണ്ട് കൂടുതൽ ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുകയും അവർ കൂടുതൽ സെൽഫിഷോ ആയിട്ടോ അല്ലെങ്കിൽ സെൽഫ് സെൻറ്റേർഡ് ആയിട്ടോ മാറാൻ സാധ്യതയുണ്ട്. സോ ദിസ് ഫീലിംഗ്സ് ഓഫ് ഇൻസെക്യൂരിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ പുവർ പേഴ്സണൽ ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദ ഫസ്റ്റ് ബോൺസ്. ഈ ഒരു ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി ആണ് അവരെ എന്തിലേക്ക് എത്തിക്കുന്നത്, പുവർ പേഴ്സണൽ ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദ ഫസ്റ്റ് ബോൺസ്. ഫസ്റ്റ് ബോൺ ആയതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ അറ്റൻഷനും അല്ലെങ്കിൽ കെയറിംഗ് ഒന്നും കിട്ടാതിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു ഇൻസെക്യൂരിറ്റി വരികയും അവരൊരു പുവർ പേഴ്സണാലിറ്റി ആയിട്ട് അവർ മാറുകയും ചെയ്യുമെന്നുള്ളതാണ്. ദ മേജർ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാസ്റ്റ് ബോൺ ആസ് ഷോൺ by the various researchers are dependency, affiliative need, lack of self-confidence, lack of frustration tolerance, defiance of authority, etc. In comparison to firstborns, most lastborn have relatively weak achievement motivation. മേജർ പേഴ്സണാലിറ്റി ക്യാരക്ടേഴ്സ് ഓഫ് ലാസ്റ്റ് ബോൺ എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് ബോണിൻ്റെ പേഴ്സണാലിറ്റി ആയിട്ട് പറയുന്നത് റിസർച്ചേഴ്സിൻ്റെ പഠനം അനുസരിച്ച് ഡിപ്പെൻഡൻസി കൂടുതലായിരിക്കും, അഫിലിയേറ്റീവ് ആയിരിക്കും, എപ്പോഴും അഫിലിയേറ്റീവ് നീഡ് ഉണ്ടായിരിക്കും, ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് കുറവായിരിക്കും, ലാക്ക് ഓഫ് ഫ്രസ്ട്രേഷൻ ടോളറൻസ്, അവർക്ക് ഫ്രസ്ട്രേഷൻസ് ഒന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡിഫിയൻസ് ഓഫ് അതോറിറ്റി, അവർക്ക് അധികാരമില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകും. കാര്യം മേലെയുള്ളവർ അവരെ എന്ത് ചെയ്യും, അവരുടെ സിബ്ലിങ്സിൽ മേലെയുള്ളവർ എപ്പോഴും അവരെ ഒന്ന് താഴ്ത്തി കെട്ടുന്ന രീതിയിലായിരിക്കും അവരുടെ വളർച്ച. സോ ഇൻ കമ്പാരിസൺ ടു ദ ഫസ്റ്റ് ബോൺസ്, most last bonds have relatively weak achievement motivation.
ഫസ്റ്റ് ബോണേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് ബോണേഴ്സ് റിലേറ്റീവ്ലി വീക്ക് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ഉള്ളവരാണ്. അച്ചീവ്മെന്റിലേക്കൊന്നും എത്താത്ത രീതിയിലായിരിക്കും അവരുടെ ഒരു റിലേറ്റീവ്ലി അവരെ കമ്പാരിസൺ ആയിട്ട് പറയുന്നത്. They are generally not pressed by the members of the family to achieve more, nor do most families care to provide them with the opportunities that were provided to the firstborns. ഫസ്റ്റ് ബോൺസ് തന്നെ അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യും. സോ അവർക്ക് കൂടുതലും അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ കുറവുള്ളവരായിട്ട് അവർ മാറും. സോ ഫാർ ആസ് ദ മിഡിൽ ബോൺ ഓർ സെക്കൻഡ് ബോൺസ് ആർ കൺസേൺഡ്, ദേ ആർ ഫൗണ്ട് ടു ബി ജനറലി ലെസ് ഫാമിലി ഓറിയൻറ്റഡ് ആൻഡ് മോർ പിയർ ഓറിയൻറ്റഡ്. From their peer relationship, they develop such personality traits which produce a better personal and social adjustment. As a result, they are more popular among the peer in comparison to the first or last born. അതായത് ഇതിൻ്റെ മിഡിൽ ബോൺ ആയിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ബോൺസ് ഒക്കെ കൺസേൺ ചെയ്യുന്നത് അവരായിരിക്കും കൂടുതലും ജനറലി ലെസ് ഫാമിലി ഓറിയൻറ്റേഷൻ കുറവുള്ളത് എപ്പോഴും രണ്ടാമതോ അല്ലെങ്കിൽ മിഡിൽ ആയിട്ടുള്ളവരൊക്കെ ആയിരിക്കും. അവരെപ്പോഴും പിയർ ഗ്രൂപ്പ്സും ആയിട്ടായിരിക്കും കൂടുതൽ ഓറിയൻറ്റേഷൻ വരുന്നത്. ഫ്രം ദെയർ പിയർ റിലേഷൻഷിപ്പ്, അവരുടെ പിയർ റിലേഷൻഷിപ്പ് അനുസരിച്ച് അവരെന്ത് ചെയ്യും, ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ്സ് അവരെ ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ അതെന്ത് ചെയ്യും, അവരെ ഒരു ബെറ്റർ പേഴ്സണാക്കിയിട്ട് മാറ്റും. അതെന്ത് ചെയ്യും, അവരെ സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റിലേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകും. As a result, they are more popular among the peers in comparison to the first or last born. സോ അവരെ പിയർ ഗ്രൂപ്പ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ബോണിനെയും കാട്ടിലും ലാസ്റ്റ് ബോണിനെയും കാട്ടിലും അല്ലെങ്കിൽ ഒരു സെക്കൻഡോ തേർഡോ അല്ലെങ്കിൽ മിഡിലൊക്കെ ആയിട്ട് ജനിച്ചവരായിരിക്കും കൂടുതലും എന്ത് ചെയ്യുന്നത്, നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ അടുത്തതാണ് സൈസ് ഓഫ് ദ ഫാമിലി. This factor also affects the development of personality. In larger families, parents have little time to protect any child. As such, children learn to be independent and show maturity in their behavior at an earlier ages as compared to children of smaller families. ചെറിയ ഫാമിലിയാണോ അല്ലെങ്കിൽ വലിയ ഫാമിലിയാണോ നമ്മുടെ ഫാമിലി എന്നുണ്ടെങ്കിൽ അതെല്ലാം കുട്ടികളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇൻ ലാർജർ ഫാമിലീസ്, പാരൻസ് ഹാവ് ലിറ്റിൽ ടൈം ടു പ്രൊട്ടക്ട് എനി ചൈൽഡ്. അതായത് വലിയ ഫാമിലിയിലാണെങ്കിൽ കുട്ടികളെ എപ്പോഴും കെയർ ചെയ്യാനൊന്നും സമയം കാണില്ല. സോ അതെന്ത് ചെയ്യും, അവരെ കുറച്ചുകൂടി മെച്ചുവേർഡ് ആക്കും. അവരുടെ കാര്യങ്ങളൊക്കെ സ്വന്തമേ ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് അവരുടെ ബിഹേവിയർ എത്തും എന്നുള്ളതാണ്. സോ അറ്റ് ഏർലിയർ ഏജിൽ തന്നെ അവരെന്ത് ചെയ്യും, കുറച്ചുകൂടി മെച്യൂരിറ്റി കാണിക്കും ആസ് കമ്പയർഡ് ടു ചിൽഡ്രൻ ഓഫ് ദി സ്മോളർ ഫാമിലീസ്. അതെന്ത് ചെയ്യും, സ്മോളർ ഫാമിലിനെക്കാട്ടിലും കൂടുതൽ കമ്പാരിസൺലി നമുക്ക് പറയുകയാണെങ്കിൽ ലാർജർ ഫാമിലിയുള്ള കുട്ടികളായിരിക്കും കൂടുതൽ മെച്യൂർ ആയിട്ട് ബിഹേവ് ചെയ്യുക. Larger families encourage certain personality characteristics that may hamper good person and social adjustment. ലാർജർ ഫാമിലിയുള്ള മെമ്പേഴ്സ് എന്ത് ചെയ്യും, കൂടുതലും ഗുഡ് പേഴ്സൺ ആയിട്ട് മാറും അല്ലെങ്കിൽ സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് നല്ല രീതിയിലായിരിക്കും അവർക്ക് വരിക. ഫോർ കീപ്പിംഗ് ദ ഹോം എൻവയോൺമെന്റ് റീസണബിളി കാം, പാരന്റ്സ് ഓഫ് ലാർജർ ഫാമിലീസ് ജനറലി അഡോപ്റ്റ് ഓതോറിറ്റേറിയൻ മെത്തേഡ് ഓഫ് കൺട്രോൾ വിച്ച് പ്രൊഡ്യൂസസ് സ്ട്രോങ് സെൻസ് ഓഫ് റിസെന്റ്മെന്റ് ആൻഡ് റിബിലിയൻ അമംഗ് ചിൽഡ്രൻ. സോ വലിയ ഫാമിലീസ് ആവുമ്പോൾ ആ ഒരു എൻവയോൺമെന്റ് എപ്പോഴും കാമായിരിക്കാൻ വേണ്ടി പാരന്റ്സ് എന്ത് ചെയ്യും, ലാർജർ ഫാമിലിയുള്ള മെമ്പേഴ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ്. കുട്ടികളെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം എന്ത് ചെയ്യണം, കുറച്ച് ഹാർഡായിട്ട് തന്നെ അവരോട് പെരുമാറണം. സോ അവരെന്ത് ചെയ്യണം, ഒരു അതോറിറ്റേറിയൻ ആയിട്ടുള്ള മെത്തേഡായിരിക്കും അവർ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുക. എപ്പോഴും ഒരു അധികാരപരമായിട്ടുള്ള രീതിയിലായിരിക്കും അവർ കൺട്രോൾ ചെയ്യുക. അതെന്ത് ചെയ്യും, അവരുടെ ഇടയിൽ ഒരു സ്ട്രോങ് സെൻസ് ഉണ്ടാക്കും ആ ഒരു കുട്ടികളുടെ ഇടയിൽ. സോ ഇൻ സ്മോൾ ഫാമിലീസ്, സിൻസ് പാരൻസ് ഡിവോട്ട് ഇനഫ് ടൈം ടു കെയർ ആൻഡ് പ്രൊവൈഡ് പ്രോപ്പർ ഗൈഡൻസ് ടു ഈച്ച് ചൈൽഡ്, ദിസ് പ്രൊഡ്യൂസസ് സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് അഷ്യൂറൻസ് ആൻഡ് എലിമിനേറ്റ്സ് ദ ഫീലിംഗ് ഓഫ് ഇനഡിക്വസി വിച്ച് മേ കം വെൻ ദ ചൈൽഡ് ഈസ് ലെഫ്റ്റ് ടു മീറ്റ് ദ പ്രോബ്ലം അലോൺ. സ്മോൾ ഫാമിലീസിലാണെങ്കിൽ പാരൻസ് എപ്പോഴും ഓരോ വ്യക്തികളെയും നോക്കിയിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒരു ഗൈഡൻസും അവർക്കെല്ലാം പ്രോപ്പറായിട്ട് തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ അതെന്ത് ചെയ്യും, അവരുടെ ഇടയിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു സെൽഫ് അഷ്യൂറൻസ് പ്രൊഡ്യൂസ് ചെയ്യും, എലിമിനേറ്റ് ദ ഫീലിംഗ് ഓഫ് ഇനഡിക്വസി വിച്ച് മേ കം വെൻ ദ ചൈൽഡ് ഈസ് ലെഫ്റ്റ് ടു മീറ്റ് ദ പ്രോബ്ലം അലോൺ. സോ ഒരു പ്രോബ്ലം അവർ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുന്ന സമയത്ത് ഓരോ കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ചുള്ള ഗൈഡൻസ് കൊടുക്കാൻ ഓരോ പാരൻസിനും പറ്റും എന്നുള്ളതാണ് സ്മോൾ ഫാമിലീസ് ആണെങ്കിൽ. However, due to strict competition for getting parental attention, affection and approval in small families, jealousy and envy especially against the firstborns who are perceived to be parents' favorite damages the self-concept of the concerned individual. ഇതിൻ്റെ കാരണമായിട്ട് എന്താ പറയുന്നത്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവും ഫോർ ഗെറ്റിംഗ് പാരൻ്റൽ അറ്റൻഷൻ. അതായത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവും പാരൻ്റൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ ഇൻഡിവിജ്വലിൻ്റെ ഇടയിൽ, അതായത് ഓരോ സിബ്ലിങ്സിൻ്റെ ഇടയിൽ. അവർക്ക് എപ്പോഴും അറ്റൻഷൻ വേണം, അഫെക്ഷൻ വേണം, അതുപോലെ അപ്രൂവൽ വേണം. എല്ലാ സ്മോൾ ഫാമിലീസിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാവുക. എസ്പെഷ്യലി ജലസിയും എൻവിയും ഒക്കെ ആർക്കാണ് കൂടുതൽ ഉണ്ടാവുക, ഫസ്റ്റ് ബോൺസിനാണ്. ഹു ആർ പെർസ്യൂഡ് ടു ബി പാരൻറ്റ്സ് ഫേവറേറ്റ് ഡാമേജസ് ദ സെൽഫ് കൺസെപ്റ്റ് ഓഫ് ദ കൺസേൺഡ് ഇൻഡിവിജ്വൽ. സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവും പാരൻ്റൽ അറ്റൻഷന് വേണ്ടിയിട്ട്, അഫെക്ഷന് വേണ്ടി, അപ്രൂവലിന് വേണ്ടിയിട്ട് സ്മോൾ ഫാമിലീസിൽ. ഫസ്റ്റ് ബോണിന് അഗേൻസ്റ്റ് ആയിട്ട് എസ്പെഷ്യലി ജലസിയും എൻവി ഉണ്ടാവും എന്നുള്ളതാണ്. പാരൻസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മക്കളുടെ നേർക്ക് എന്ത് ചെയ്യും, ഒരു അസൂയയും ഒരു കുശുമ്പും ഒക്കെ എപ്പോഴും ഉണ്ടാവും. സോ അതെന്ത് ചെയ്യും, അത് ഡാമേജ് ചെയ്യും ദ സെൽഫ് കൺസെപ്റ്റ് ഓഫ് ദ കൺസേൺഡ് ഇൻഡിവിജ്വൽ. കൺസേൺഡ് ഇൻഡിവിജ്വലിൻ്റെ സെൽഫ് കൺസെപ്റ്റിനെ അത് ഡാമേജ് ചെയ്യും എന്നുള്ളതാണ്.
We have seen that the development of personality is shaped by a set of 3 factors. 3 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഫിസിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. There are psychologists like J.B. Watson, father of behaviorism. Father of behaviorism ആരാണ്? വാട്സൺ ആണ്, J.B. Watson, who have outright emphasized upon only one factor, that is environmental factors, ignoring the role of the other 2 sets of factors in development of personality. ബിഹേവിയറിസത്തിൻ്റെ ഫാദറാണ് J.B. വാട്സൺ. അദ്ദേഹം ഒരു ഫാക്ടർ വെച്ചിട്ടാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ബാക്കിയുള്ള 2 ഫാക്ടേഴ്സിനെ അദ്ദേഹം എന്ത് ചെയ്തു? ഇഗ്നോർ ചെയ്തു. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെ മാത്രമാണ് എന്ത് ചെയ്തത് J.B. വാട്സന് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് പറയുന്നുള്ളൂ. ബാക്കി 2 ഫാക്ടേഴ്സിനെ എന്ത് ചെയ്തിട്ടില്ല, കൺസിഡർ ചെയ്തിട്ടില്ല. He had emphatically proclaimed that give him a child, he will make him either a doctor or a beggar or an engineer or a thief irrespective of his abilities. Today there is little support for such a statement and there is almost an unanimity among the personality psychologists regarding the basics view that the physical or biological factors provide a boundary for the development of personality, and within this general boundary, personality is developed or shaped under the influence of various psychological and environmental factors. Therefore, it can be concluded that development of personality can be explained in terms of the following equation. Personal development is equal to physical determinants into psychological determinants into environmental determinants. So, ഒരു ഫാക്ടർ മാത്രമല്ല ഇതിനകത്ത് സ്വാധീനിക്കുന്നത്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് മാത്രമല്ല എന്ത് ചെയ്യുന്നത്, നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്നത്. ബയോളജിക്കൽ ഫാക്ടേഴ്സും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഇക്വേഷനായിട്ട് നമുക്ക് പറയാം ഫിസിക്കൽ ഡിറ്റർമിനൻസ് ഇൻറ്റു സൈക്കോളജിക്കൽ ഡിറ്റർമിനൻസ് ഇൻറ്റു എൻവയോൺമെൻറ്റൽ ഡിറ്റർമിനൻസ് ആണ് എന്ത്, നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്തൊക്കെ പഠിച്ചത്? ഡെഫിനിഷൻ ആൻഡ് കൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, ബയോളജിക്കൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. സോ ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ചാപ്റ്ററായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.